ഏ വിക്രമ, അത് കണ്ടോ? അളന്നെടുത്തതുപോലെ മുറിച്ചിട്ടിരിക്കുകയാ മരം. ഓ, ശരിയാണല്ലോ. ഏതോ കൊള്ളത്തടി പാർട്ടി അടുത്തുണ്ട്. നമുക്കൊന്ന് മുട്ടിയാലോ? ലാഭം കിട്ടുന്ന പരിപാടിയാ. മരം മാത്രമല്ല, കല്ല് മുറിച്ചിട്ടിരിക്കുന്നു. സ്കെയില് വെച്ച് മുറിച്ചതുപോലെ. മരത്തിന്റെ കാര്യം പോട്ടെ, പാറക്കല്ല് ഇങ്ങനെ മുറിക്കണമെങ്കിൽ അവനത്ര ചില്ലറക്കാരനല്ല. അതോ അവിടെയുണ്ട്. അമ്പടോ, താനാണല്ലോ വെട്ടുകാരൻ. വെട്ടുകാരനല്ല, വെട്ടരിവാളൻ. എന്നും നാളൂരി വെട്ടും. ഓറ് പോലും വെട്ടി മുറിക്കാൻ പറ്റും അല്ലേ? അതെ, എല്ലാം ഈ വാളിന്റെ ശക്തിയാ, പിന്നെ ഈ പരിചയുടെയും. പരിചയം എന്തിനു? മറ്റാരെങ്കിലും വെട്ടുമ്പോ തൊടുക്കാനോ? അല്ല, സത്യം പറഞ്ഞാൽ പരിചയിലെ ഈ വാളിന്റെ ശക്തി. പരിച കയ്യിൽ പിടിച്ചാലേ വാളിന് ഈ ശക്തി കിട്ടൂ. പരിചയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ വാൾ സാധാ വാളാകും. വെട്ടരിവാളോ, ഞാനൊന്ന് വെട്ടി നോക്കട്ടെ. ഓക്കെ, നോക്കിക്കോ. നിങ്ങൾ നല്ലവരായതുകൊണ്ട് തരുന്നതാ, സൂക്ഷിക്കണം. ഷൂക്ക്. അമ്മമ്മോ, പാറക്കല്ല് പഴം പോലെയാ മുറിയുന്നത്. മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓഹോ, തകർപ്പൻ. ഒറ്റ വെട്ടിന് മരം 2 കഷ്ണം. മുത്തു, കൊള്ളത്തടി വിറ്റ് നമ്മൾ കുറെ കാശുണ്ടാക്കും. ഈ വാൾ ഇവരുടെ കയ്യിലിരുന്നാൽ കുഴപ്പമാ. ഒരു സൂത്രമുണ്ട്. ഓം ഹ്രീം പരിച വലുതാവട്ടെ. മാക്സിമം വെട്ടി വീഴ്ത്തു വിക്രമ. വിക്രമൻ അടുത്ത മരം വെട്ടാൻ തുടങ്ങുമ്പോൾ, അയ്യോ, ഇതെന്തോ? വെട്ടുകൊണ്ടത് പരിചയിൽ ചോദിച്ചോ, പരിച മുറിഞ്ഞു. നശിപ്പിച്ചു. ഇനി വാളിന് ശക്തിയില്ല. പശ വെച്ച് ഒട്ടിച്ചാലോ? ശക്തിയായെങ്കിലും തനിക്കിട്ടൊന്ന് തരാൻ ഈ വാള് മതി. അയ്യോ.